ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 39-ാം വാക്യം. വലത് കരണം തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യാനായിട്ട് പറ്റാത്തൊരു കാര്യം നോമ്പിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ഈശോ നമ്മളോട് ചെയ്യാൻ പറയുക അല്ലേ. ഒന്ന് കിട്ടിയാൽ രണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. എന്നാൽ വചനത്തിൽ എൻ്റെ ഈശോ പറയുന്നത് നിന്റെ വലത് കരണത്തടിച്ചാൽ മറ്റേ കരണം കൂടി സന്തോഷത്തോടു കൂടി കാണിച്ചു കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. പറ്റുമോ? പറ്റാതെ പോവുക. ഉള്ളിൻ്റെ ഉള്ളിൽ പലരോടുമുള്ള വിദ്വേഷം നമ്മളിങ്ങനെ കുന്നുകൂട്ടി വെക്കാറുണ്ടല്ലേ. കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ. നമുക്ക് ലഭിച്ച മുറിവുകൾ നമ്മൾ എവിടെ എഴുതേണ്ടത്? മണ്ണിൽ എഴുതണം. എന്തിനാ? അത് മാഞ്ഞു പോകണം. പക്ഷേ കിട്ടിയ നന്മകൾ എവിടെ എഴുതണം? പാറമേൽ കൊത്തി വെക്കണം. അതൊരിക്കലും മാഞ്ഞു പോവരുത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? കിട്ടിയ മുറിവുകൾ ഓരോന്നും പാറമേൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ട് അത് മാഞ്ഞു പോകാതെ ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് ഒന്ന് കിട്ടിയാൽ രണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള മനോഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഈശോ പറയുന്നത് ഈ മനോഭാവം നിന്നിൽ നിന്ന് മാറണം. നീ അവരോട് ക്ഷമിക്കുവാനായിട്ട് തയ്യാറാവണം. പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ പറ്റുന്നില്ല അച്ഛാ, മനസ്സിൽ വിദ്വേഷം പുലർത്തുന്ന ഒത്തിരി പേരുണ്ട്, കുറേ പേരോട് പകയാണ്, അതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് എനിക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് പറ്റുക? ഇതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കഴിവുകൊണ്ട് മാത്രം പറ്റത്തില്ല. തമ്പുരാന്റെ സന്നിധിയിലിരിക്കുമ്പോൾ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാത്രമേ എൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിദ്വേഷം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമുക്കറിയാം, മനസ്സിലൊരു പ്രയാസമുണ്ടെങ്കിൽ, ഒരു വിദ്വേഷമുണ്ടെങ്കിൽ, ഒരാളോട് പകയുണ്ടെങ്കിൽ പിന്നീട് അവർ ചെയ്യുന്നതെല്ലാം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമായിട്ട് മാറും. മറിച്ച് മനസ്സ് ശാന്തമാണെങ്കിൽ, മനസ്സ് ശുദ്ധമാണെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മനസ്സിൽ ലഭിച്ച എല്ലാ മുറിവുകളെയും മുറിവുണക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് തയ്യാറാവണം. കാരണം അവനാണ് ഈ ഭൂമിയിൽ ഇത്രയേറെ ക്ഷമിച്ചവൻ അല്ലേ. കുരിശിൽ കിടന്നിട്ട് അവൻ എന്നാ പറഞ്ഞതേ? താഴെ നിൽക്കുന്നവരോട് ക്ഷമിക്കുക. എന്താ പറയുന്നത്? ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. തന്നെ ദ്രോഹിച്ചവർക്ക് പോലും നന്മ ചെയ്ത് കടന്നു പോകുന്ന ഈശോയാണ് നമുക്ക് നമ്മുടെ മുൻപിൽ മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്ക് വിദ്വേഷമുള്ളവരെ അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഒന്ന് കിട്ടിയാൽ രണ്ട് കൊടുക്കുന്ന മനോഭാവമാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഈ നോമ്പിൽ നമുക്കത് മാറ്റിയെടുക്കാം. ആരുടെയെങ്കിലും പക്കൽ നിന്ന് എനിക്ക് ലഭിച്ച മുറിവുകൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, ചില വാക്കുകളായിരിക്കാം, ചില പ്രവൃത്തികളായിരിക്കാം, ചില വ്യക്തികളായിരിക്കാം, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയായിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അവരെയൊക്കെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് ലഭിച്ച മുറിവുകൾ മറക്കുവാനായിട്ട്, അവരെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഇല്ല എങ്കിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ചിന്തിച്ചേ, ആരോടെങ്കിലും വിദ്വേഷമോ പകയോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ? ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഒന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവയൊക്കെ ചെയ്യണമെങ്കിൽ എൻ്റെ ഉള്ള് ശാന്തമാവണം. എൻ്റെ ഉള്ള് ശാന്തമാകണമെങ്കിൽ ഉള്ളിൽ ആരോടും വിദ്വേഷമുണ്ടാവരുത്. നമുക്ക് ലഭിച്ച മുറിവുകളൊക്കെയും ക്ഷമിക്കാനായിട്ട് പറ്റണം. മറിച്ച് ആ മുറിവുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചാൽ അവസരം കിട്ടുമ്പോൾ നമ്മൾ തിരിച്ചത് ചെയ്യും. സ്നേഹമുള്ളവരെ, അങ്ങനെ മുന്നോട്ട് പോകരുത്. അതുകൊണ്ട് ലഭിച്ച മുറിവുകളൊക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട്, അവരോട് ക്ഷമിക്കാനായിട്ട്, വിശുദ്ധ കുർബാനയിൽ അവരെ സമർപ്പിച്ച് ഈശോയുടെ തിരുശരീരത്തോടും തിരുരക്തത്തോടുമൊപ്പം അവരെ സമർപ്പിക്കുവാനായിട്ട്, അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് ക്ഷമിക്കുവാനായിട്ട്, അങ്ങനെ ശാന്തമായ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.